രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലെ സുപ്രധാന നേട്ടമാകുന്ന പരീക്ഷണവുമായി പ്രതിരോധ സ്ഥാപനമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആളില്ലാ ഡ്രോണിൽ നിന്നും പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ വിക്ഷേപിച്ചാണ് DRDO രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലെ കരുത്ത് ഒന്നുകൂടി വ്യക്തമാക്കിയത്. ആന്ധ്രാപ്രദേശിലെ കുർണൂലിലെ DRDOയുടെ ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണം. നൂതനമായ ഗ്രൗണ്ട് കൺട്രോൾ സിസ്റ്റം വഴിയാണ് ഈ പരീക്ഷണം നടത്തിയത്. വിക്ഷേപണവും പ്രവർത്തന സന്നദ്ധതയും ഓട്ടോമേറ്റ് ചെയ്യാൻ GCSലൂടെ സാധിച്ചു. വിവിധ യുദ്ധ സാഹചര്യങ്ങളിൽ മിസൈലിന്റെ കൃത്യമായ പ്രഹരശേഷി, വിശ്വാസ്യത, ഫലപ്രാപ്തി എന്നിവ പരീക്ഷണങ്ങൾ ശരിയായി തെളിയുകയും ചെയ്തു. DRDO ലബോറട്ടറീസുമായി ചേർന്ന് റിസർച്ച് സെന്റർ ഇമാറാത്താണ് ഈ മിസൈൽ തയ്യാറാക്കിയത്. രാജ്യത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായും നിർമ്മിച്ചതാണിത്. പ്രാദേശികമായ സുരക്ഷയിൽ ഇന്ത്യയുടെ കരുത്ത് തെളിയിക്കുന്നതായിരുന്നു ഈ ഡ്രോൺ പരീക്ഷണം. മിസൈൽ നിർമ്മാണത്തിനായി DRDO, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് എന്നീ സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ചു. ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസ് തയ്യാറാക്കിയ ഡ്രോണിലാണ് മിസൈൽ പരീക്ഷിച്ചത്. സംവിധാനത്തിന്റെ വിജയകരമായ പരീക്ഷണം നടത്തിയതിന് DRDOയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിക്കുകയും ചെയ്തു. ടാങ്കുകൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ തുടങ്ങി കരയിലെയും വായുവിലെയും ഭീഷണികളെ കൃത്യമായി തകർക്കുന്ന ഈ പ്രതിരോധ സംവിധാനത്തെ അദ്ദേഹം ആത്മനിർഭർ ഭാരത് പദ്ധതിയിലെ പ്രധാനമായൊരു നാഴികക്കല്ലായി വിശേഷിപ്പിച്ചു. അതേസമയം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഔട്ട് പോസ്റ്റുകളും മുള്ളുവേലി അടിസ്ഥാന സൗകര്യങ്ങളും സ്ഥാപിക്കുന്നതിനായി പശ്ചിമ ബംഗാൾ സർക്കാർ 142.79 ഏക്കർ ഭൂമി BSFന് കൈമാറി. മെയ് 11 നടന്ന BJP സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അതിർത്തി വേലികൾക്കും അനുബന്ധ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കുമായി 600 ഏക്കർ ഭൂമി 45 ദിവസത്തിനുള്ളിൽ കൈമാറാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് ഈ കൈമാറ്റം. BSF ഔട്ട് പോസ്റ്റുകളും മുള്ളുവേലികളും നിർമ്മിക്കുന്നതിലൂടെ അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് പശ്ചിമ ബംഗാൾ സർക്കാർ തീവ്രമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു. 9 ജില്ലകളിലായി BSFന് കൈമാറിയ ഭൂമിയുടെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന ജില്ല തിരിച്ചുള്ള ചാർട്ടും അദ്ദേഹം പങ്കിട്ടു. പദ്ധതിയുടെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായി 5 ജില്ലകളിലായി വാങ്ങിയ 43 ഏക്കർ ഭൂമിയും 31.9 ഏക്കർ നിക്ഷിപ്ത ഭൂമിക്കുള്ള അനുമതി ഉത്തരവുകളും മെയ് 20 BSFന് കൈമാറി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയ 2217 കിലോമീറ്റർ അതിർത്തി പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശുമായി പങ്കിടുന്നു. മിസ്റ്റർ അധികാരിയുടെ അഭിപ്രായത്തിൽ സംസ്ഥാനത്തെ അതിർത്തിയുടെ ഏകദേശം 1600 കിലോമീറ്റർ ഇതിനകം വേലി കെട്ടിയിട്ടുണ്ട്. അതേസമയം ഏകദേശം 600 കിലോമീറ്റർ ഇപ്പോഴും മറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, അതിർത്തി പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ ഇന്ത്യയും ചൈനയും അവലോകനം ചെയ്യുകയും സമാധാനവും ശാന്തിയും നിലനിർത്തുന്നതിൽ കൈവരിച്ച പുരോഗതിയിൽ സംതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ ചൈന അതിർത്തി കാര്യങ്ങൾ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ ഓൺ ഇന്ത്യ ചൈന ബോർഡർ അഫയേഴ്സിന്റെ വർക്കിംഗ് മെക്കാനിസത്തിന്റെ 35ാമത് യോഗത്തിൽ ഇരു രാജ്യങ്ങളും സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. ഇന്നലെ ബീജിംഗിൽ യോഗം ചേർന്നു. ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ജോയിന്റ് സെക്രട്ടറി സുജിത് ഘോഷും ചൈനീസ് പ്രതിനിധി സംഘത്തെ വിദേശകാര്യ മന്ത്രാലയത്തിലെ അതിർത്തി സമുദ്രകാര്യ വകുപ്പ് ഡയറക്ടർ ജനറൽ ഹൗ യാങ്കിയും നയിച്ചു. ചർച്ചകൾ ക്രിയാത്മകവും ഭാവിയെക്കുറിച്ചുള്ളതുമായിരുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി നിർണയം, അതിർത്തി മാനേജ്മെന്റ്, സംവിധാന നിർമ്മാണം, അതിർത്തി കടന്നുള്ള സഹകരണം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുപക്ഷവും ചർച്ച ചെയ്തു. ട്രാൻസ് ബോർഡർ നദികളെക്കുറിച്ചുള്ള അടുത്ത വിദഗ്ധതല സംവിധാനത്തിന്റെ യോഗം എത്രയും വേഗം ചേരണമെന്നും ഇന്ത്യൻ പക്ഷം ഊന്നിപ്പറഞ്ഞതായി മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.